അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കണത് നമ്മൾ പണിതൊരു വീടാണ്. വീടിലുപരി ഇതൊരു റെസ്റ്റ് ഹോമാണ്. ഇത് നമ്മുടെ സജിയാണ്ണാണ്. സജിയാണ്ണയാണ് ഈ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, ഒരു വീടെന്നും പറയാൻ പറ്റില്ല. എന്താ സജിയേട്ടാ ഇതിന്റെ സെറ്റപ്പ്? ഇത് നമ്മൾ എൻ്റെ വീടായിട്ട് ഞാൻ പണിതു. അത് നമ്മൾ മാക്സിമം ഒരു റെസ്റ്റോറൻറ്റ് പോലെ ആക്കണം. അതായത് വീട്ടിലെങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫുഡ് ഞാൻ ഹോം സ്റ്റൈലിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ഒരു സംരംഭമാണ് നമ്മുടെ നാട്ടിൻപുറത്ത്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിമ്മിണി ഡാമിന്, അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനൊക്കെ ഏകദേശം ഒരു സെൻട്രൽ പോർഷൻ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏത് തരത്തിലുള്ള ഫുഡും കഴിക്കാം, ഇവിടെ താമസിക്കും ചെയ്യാം. അങ്ങനെ മൊത്തത്തിലൊരു സെറ്റപ്പാണ് ഇവിടെ സജ്ജേട്ടൻ സെറ്റായി ചെയ്യുന്നത്. ഈ വീട് പണിത് നമ്മളാണിത്. അപ്പോൾ എന്തായാലും സജ്ജേട്ടൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സജ്ജേട്ടൻ്റെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് അതിന് വേണ്ടി അതിലാണ് നമ്മുടെ അതിഥി. നമ്മളിന്ന് എഗ് ഡ്രോപ്പ് സൂപ്പാണ് ഉണ്ടാക്കി. ചിക്കൻ എഗ് ഡ്രോപ്പ് സൂപ്പ്, വെജിറ്റബിളും എല്ലാം കൂടിയിട്ടുള്ള അല്പം സ്പൈസി സാലഡ്, കോൺ സാലഡാണ് ഉണ്ടാക്കി. സ്റ്റാർട്ടറായിട്ട് നമ്മൾ കോൺ സാലഡ് ഉണ്ടാക്കി. അതിന് പകരം നമ്മളിന്ന് കായ്ത്തോട്, ഒരു തായ് ഐറ്റാണ് നമ്മൾ കായ്ത്തോട്. അത് നമ്മുടെ കായ് എന്ന് പറഞ്ഞാൽ ചിക്കൻ, തോട് എന്ന് പറഞ്ഞാൽ ഫ്രൈ, ഒരു ചിക്കൻ ഫ്രൈ ആണ് അത് കായ്ത്തോട്. അതൊരു തായ്ലൻഡ് ഐറ്റാണ്. ഇത് നമ്മൾ കോൺ, സ്വീറ്റ് കോൺ നമ്മൾ പെപ്പർ സാൾട്ട് എന്ന് പറയും. ആദ്യം സ്പൈസസ് ഒന്നുമില്ല, ക്രഷ്ഡ് പെപ്പർ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് സോട്ട് ചെയ്ത് ചൈനീസ് തന്നെ. സെഷ്വാൻ ഫ്രൈഡ് റൈസ്, സെഷ്വാൻ ഫ്രൈഡ് റൈസാണ് മറ്റുള്ള ഒരു ഐറ്റം. ഡെസേർട്ടായിട്ട് നമ്മളിന്ന് ഒരു വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ട് ഒരു ബ്രൗണി, അല്പം വ്യത്യസ്തമായി വേണ്ടേ, ഒരു പുതുമയുള്ള രീതിക്ക് നമ്മൾ ചക്ക കൊണ്ടൊരു ബ്രൗണി അടിച്ചു. സജ്ജേട്ടൻ്റെ ഫുഡിൻ്റെ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതും കൂടി കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കഴിച്ചതിൽ ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ഫുഡുകളായിരുന്നു. നല്ല രസമായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഓരോ ഡിഷസും പല വെറൈറ്റി ആണെങ്കിലും എല്ലാം നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഷബീബ് ഈ സൈറ്റിന്റെ തുടക്കം തൊട്ട് ഫിനിഷിങ് വരെ ഇവിടുത്തെ സൈറ്റിൽ നോക്കി നടത്തിയത് ഷബീബാണ്. ഷബീബ് ഇന്ന് ഫുഡ് കഴിച്ചാൽ ഒരു എന്താ പറയാ, അതിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സജിയേട്ടൻ്റെ ഫുഡ് മുന്നും കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് മൂപ്പരാളെ കൈപ്പുണ്യം അതിനെക്കുറിച്ച് അറിയുന്നത്. അവിടെ വന്നപ്പോൾ മനസ്സിൽ നിറഞ്ഞ് അടിപൊളി ഫുഡായിരുന്നു, ഇപ്പൊ ഒന്നും പറയാനില്ല. ഏകദേശം 30 വർഷത്തോളമായിട്ട് സജിയേട്ട ഈ ഫീൽഡിലാണ്. വിദേശത്തായിരുന്നു. എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. അവിടെ UAE വൈസ് പ്രസിഡന്റിൻ്റെ പാലസിൽ ഞാനൊരു 21 കൊല്ലം അവിടെയായിരുന്നു. സജിയേട്ടനോട് അടിപൊളി ഫുഡുകൾ വെക്കുക മാത്രമല്ല, നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാനെല്ലാം പഠിപ്പിക്കണ ഒരു ഫിനിഷിങ് സ്കൂളും കൂടിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് പഠിക്കാനും പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ന ഭക്ഷണത്തിന് ഇന്ന കടയായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ഇന്ന ഫുഡിന് ഇന്ന ഫുഡ് കിട്ടാൻ ഇന്ന കടയിൽ പോകണമെന്നായിരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള ഏത് ഫുഡും ഇന്ന ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ റെഡിയാണ്. അത് നിങ്ങളൊരു ദിവസമോ 2 ദിവസം നേരത്തെ ഒന്ന് പറയണമെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടത്തിന്, നിങ്ങളുടെ ഫ്രീഡത്തിന് ഒരു തിരക്കുകളില്ലാതെ നിങ്ങളുടെ ടൈമിന് വന്ന് ഭക്ഷണം കഴിച്ച് ഏത് ടൈമിലും വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ട്രഡീഷണലോ ഏത് ഫുഡ് വേണമെന്നുണ്ടെങ്കിലും ചേട്ടാ ഏതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, നമുക്ക് ഇപ്പം നാടൻ തൊട്ട് നമ്മൾ വറുത്തരച്ച കറി തൊട്ട് നമുക്ക് ഇപ്പോൾ ഇറ്റാലിയൻ വേണോ, ഫ്രഞ്ച് കുസിൻ വേണോ, മെക്സിക്കൻ വേണോ, അറബിക്ക് വേണോ, അതെല്ലാം. ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നതാണ്. ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവരെ പഠിപ്പിച്ചും എനിക്ക് ഇതൊരു ഇതൊരു പാഷന്റെ പുറത്ത് ചെയ്യണത് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത്ര ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇത്രയും ഒരു നാട്ടും പുറത്ത് ഇത്തരത്തിലൊരു പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ എനിക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംരംഭത്തിൽ നമുക്കൊരു ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണ ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അവസരം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നാണ് ഫ്രീ എന്നുണ്ടെങ്കിൽ സജിയാറിനെ വിളിക്കുക. നിങ്ങൾ എന്താ പറയുക, അവിടെ വന്ന് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തായാലും അത് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിരിക്കില്ല. സജിയാറിൻ്റെ സംരംഭത്തിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു.